നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയാൽ ആ വീട് നമ്മുടെ സ്വന്തം വീടായി കണ്ടുകൊണ്ട് പെരുമാറിയാൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ വിവാഹശേഷം അവരോട് എങ്ങനെയുണ്ട് വിവാഹ ജീവിതം എന്ന് ചോദിച്ചാൽ പലരും പറയും വിവാഹം തന്നെ വേണ്ടായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇണക്കവും പിണക്കവുമൊക്കെ വിവാഹ ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടാകും. ശാരീരികമായ അടുപ്പത്തോടൊപ്പം മാനസികമായ അടുപ്പവും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ അഭിപ്രായത്തിനോട് എല്ലാ സമയത്തും ഭർത്താവിൻ്റെ അഭിപ്രായം യോജിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ യോജിക്കണമെന്നുമില്ല. കുടുംബവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വാശിക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകാതിരുന്നാൽ സന്തോഷ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കും. പല പെൺകുട്ടികൾക്കും ഭർത്താവിൻ്റെ മാതാപിതാക്കളുമായി യോജിച്ചു പോകാൻ കഴിയാറില്ല. ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും കൂടി സന്തോഷിപ്പിക്കേണ്ട കടമ കൂടി മരുമക്കൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സ്നേഹവും പരിപാലനവും ഒക്കെ അമ്മായിമ്മയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ മരുമക്കൾക്ക് സാധിക്കണം. അങ്ങനെ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. പുതിയൊരു വീട്ടിലെത്തിയ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയായിരിക്കും. പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഒരുപക്ഷെ അമ്മായിമ്മയെക്കാളും മരുമകൾക്കായിരിക്കും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുക. നമ്മുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ പക്വത നാം കാണിക്കണം. വിദ്യാഭ്യാസപരമായി എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ കാര്യമില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊള്ളുന്ന പരീക്ഷണങ്ങളിൽ വിജയിക്കാനായാൽ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമുള്ളൂ. ഓരോരുത്തരുടെയും സ്വഭാവ പ്രകൃതി അനുസരിച്ച് പെരുമാറുക, പ്രത്യേകിച്ച് ഒരമ്മായിമ്മയുടെ സ്വഭാവ പ്രകൃതി മനസ്സിലാക്കാൻ ഒരു മരുമകൾക്ക് സാധിച്ചാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങളും അവിടെ തീരും. പലരും അനുഭവിക്കുന്ന ഒന്നാണ്, എത്ര നല്ലത് ചെയ്താലും അമ്മായിമ്മ പുകഴ്ത്തി പറയുകയില്ല. എന്നാൽ അറിയാതെ വന്നുപോയ ചെറിയ ചെറിയ തെറ്റുകളും കുറവുകളുമൊക്കെ അമ്മായിമ്മ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അത് ആലോചിച്ച് ടെൻഷനാവേണ്ടതില്ല. അമ്മായിമ്മയുടെ സ്വഭാവ പ്രകൃതി അനുസരിച്ച് നന്മകളെ പുകഴ്ത്തുന്ന ഒരു രീതി ഉണ്ടാവുകയില്ല. മരുമകളോട് മാത്രമല്ല മറ്റുള്ളവരോടുമൊക്കെ അങ്ങനെ ആയിരിക്കും അമ്മായിമ്മ പെരുമാറുന്നത്. അത് മനസ്സിലാക്കിയാൽ അനാവശ്യ ചിന്തകൾക്കും ടെൻഷനുകൾക്കും ഒന്നും അവിടെ ഒരു സ്ഥാനവുമില്ല. ഉമ്മയുടെ സ്വഭാവ രീതികളെക്കുറിച്ച് ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളായിരിക്കും ഭർത്താവിൻ്റെ ഉമ്മ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അവരോട് പറയുന്നത് ഒഴിവാക്കുക. ചിലപ്പോൾ ഒന്നും അവരോട് പറയാതിരിക്കുന്നതായിരിക്കും അവർക്ക് ദേഷ്യം. അങ്ങനെയാണെങ്കിൽ എല്ലാം അവരോട് പറയുക. അത് അവരെ സന്തോഷിപ്പിക്കും. ഏതായാലും സ്വന്തം മകന്റെ ജീവിതം തകരണമെന്ന് ഒരു ഉമ്മയും ആഗ്രഹിക്കുകയില്ല. പലപ്പോഴും ചില തെറ്റിദ്ധാരണകൾ അമ്മായിമ്മമാരുടെ മനസ്സിൽ കടന്നുകൂടാറുണ്ട്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മകനെ പുതുതായി വന്ന പെണ്ണ് സ്വന്തമാക്കിയെന്നൊരു തോന്നൽ അമ്മായിമ്മമാരുടെ മനസ്സിൽ കടന്നുകൂടാറുണ്ട്. തീർത്തും അത് തെറ്റായ ചിന്തയാണ്. മരുമകൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നാം മനസ്സിലാക്കണം. ഒരു വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന വിവിധ മരുമക്കൾ വിവിധ കുടുംബങ്ങളിൽ നിന്നും വന്നവരായിരിക്കും. ഓരോ കുടുംബങ്ങൾക്കും ഓരോ കുടുംബ പശ്ചാത്തലങ്ങളും ഉണ്ടാകും. നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് വന്ന മരുമകളുമായിട്ട് പുതുതായി വന്ന മരുമകളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. കാരണം മറ്റൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ എത്തിയത്. നിങ്ങളുടെ വീടുമായി പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് കുറച്ച് സമയം നൽകണം. പുതുതായി വന്ന മരുമകൾക്ക് അറിയാത്തത് പറഞ്ഞു കൊടുക്കണം. അമ്മായിമ്മയും മരുമകളും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സഹായിച്ചും സഹകരിച്ചും നല്ലൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുക. ഇടയ്ക്കിടെ രണ്ടുപേർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗം രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പരസ്പരം ഈഗോ ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. നാഥൻ തൗഫീക്ക് നൽകട്ടെ.